അപ്പോൾ ഇത് കുറച്ചുകാലം മുൻപ് എൻ്റെ ഒരു കൂട്ടുകാരൻ അരുണിന് ശരിക്കും സംഭവിച്ചൊരു കാര്യമാണ്. അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് ലീവെടുത്ത് വീട്ടിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. സാധാരണ അവൻ നാട്ടിലേക്ക് പോകുമ്പോൾ ട്രെയിനിനാണ് പോകാറ്. പക്ഷേ അന്ന് എന്തുകൊണ്ടോ ട്രെയിനിന് ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് അവനൊരു ലോക്കൽ ബസ്സിൽ കയറാൻ തീരുമാനിച്ചു. വൈകുന്നേരം നല്ല മഴയുള്ള സമയമായിരുന്നു. ആകാശം ഇരുണ്ടുകൂടി. കാറ്റും മഴയും കാരണം ബസ്സിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ വഴിയാത്രക്കാരെ പോലും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ബസ് കുറച്ചു ദൂരം പോയപ്പോൾ ഒരു വളവിൽ വെച്ച് പെട്ടെന്ന് നിന്നു. ഡ്രൈവർ ഇറങ്ങി നോക്കിയപ്പോൾ എഞ്ചിനിൽ എന്തോ തകരാറുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. അരുൺ ആകെ ബുദ്ധിമുട്ടിലായി. കാരണം വീട്ടിലെത്താൻ ഇനിയും കുറച്ചുകൂടി ദൂരമുണ്ട്. ബസ് ഇനിയെന്നാ ശരിയാകുമെന്ന് ഒരു പിടിയുമില്ല. മൊബൈലിന് റേഞ്ചുമില്ല. മറ്റു വാഹനങ്ങളും വരാനുണ്ടായിരുന്നില്ല. അവൻ ബസ്സിലെ കണ്ടക്ടറോടും ഡ്രൈവറോടും സംസാരിച്ചതിനു ശേഷം നടക്കാൻ തീരുമാനിച്ചു. ആരും കൂടെ വരാൻ തയ്യാറായില്ല. അതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് മുന്നോട്ട് നടന്നു. നടന്ന് അവൻ ശരിക്കും ക്ഷീണിച്ചു. നല്ല ഇരുട്ടായിരുന്നു. ദൂരെ എവിടെയോ ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം മാത്രം. വഴിയിലൊന്നും ഒരു വീടോ കടയോ കാണാനില്ലായിരുന്നു. ഏകദേശം അരമണിക്കൂറോളം നടന്നു കാണും. അപ്പോഴാണ് അവൻ വഴിയുടെ ഓരത്തായി ഒരു പഴയ വീട് കാണുന്നത്. ആ വീടിന്റെ മതിലിൽ മഴയും വെയിലുമേറ്റ് നിറം മങ്ങിയ ഒരു ബോർഡ് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ലോഡ്ജിംഗ് സൗകര്യം ലഭ്യമാണ്. അങ്ങനെയൊരു വിജനമായ സ്ഥലത്ത് ഒരു ലോഡ്ജ് കാണുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതീക്ഷയുടെ ഒരു നേരിയ കിരണം അവനിൽ ഉണർന്നു. വീടിന്റെ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് നല്ല ഇരുട്ടാണ്. ഉള്ളിലേക്ക് നോക്കിയാൽ ഒന്നും വ്യക്തമല്ല. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ അവൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. ഒരുപാട് പഴയ ഇലകളും ചെടികളും നിറഞ്ഞ ഒരു വഴിയിലൂടെ അവൻ മുന്നോട്ട് നടന്നു. അവൻ വീടിന്റെ പൂമുഖത്തേക്ക് ചെന്നപ്പോൾ ആരോ വരുന്ന ശബ്ദം കേട്ട് ഒരു വൃദ്ധൻ ഇറങ്ങി വന്നു. നല്ല പ്രായമുണ്ട്, പക്ഷേ കണ്ണുകളിൽ ഒരുതരം തിളക്കമുണ്ടായിരുന്നു. ആരു വേണം മോനെ എന്ന് അയാൾ ചോദിച്ചു. അയാളുടെ ശബ്ദത്തിൽ ഒരുതരം ഗാംഭീര്യമുണ്ടായിരുന്നു. അരുൺ തനിക്ക് സംഭവിച്ച കാര്യം പറഞ്ഞു. ബസ് കേടായി. രാത്രി ഇവിടെ താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വൃദ്ധൻ ആദ്യം കുറച്ചൊരു മടിയൊക്കെ കാണിച്ചു. അയാളുടെ മുഖത്ത് ഒരു നിമിഷം ഒരുതരം സങ്കടം മിന്നിമറഞ്ഞോ എന്ന് അരുണിന് തോന്നി. ഇവിടെ ആരും വരാറില്ല മോനെ. ഇത് ആളനക്കമില്ലാത്ത വീടാണ്. പേടിച്ചു പോവരുതെങ്കിൽ വന്നോളൂ. ഇനിയിപ്പോ വന്ന സ്ഥിതിക്ക് താമസിച്ചോളൂ. പക്ഷേ എൻ്റെ കൂടെ എൻ്റെ മുറിയിൽ താമസിക്കാൻ കഴിയില്ല. അതിഥി മുറിയിൽ താമസിക്കണം. അവിടെ ചില പ്രത്യേകതകളൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് അയാൾ അവനെ വീടിൻ്റെ അകത്തേക്ക് കൂട്ടി. അരുൺ അകത്ത് കയറിയപ്പോൾ വീടിന് നല്ല തണുപ്പും പഴക്കമുള്ള ഒരുതരം മണവും അനുഭവപ്പെട്ടു. ഒരുപാട് കാലമായി ഉപയോഗിക്കാത്ത ഒരു വീടിന്റെ മണം. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. വൃദ്ധൻ ഒരു മെഴുകുതിരി കത്തിച്ച് മുന്നിൽ നടന്നു. ആ വീടിനുള്ളിൽ ഒരുപാട് പഴയ രൂപങ്ങളും കൊത്തുപണികളും മരത്തിൽ തീർത്ത ശില്പങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. അവയെല്ലാം ഇരുട്ടിൽ നിഴലുകളായി ഭീകരരൂപങ്ങളായി അവന് തോന്നി. വൃദ്ധൻ വീടിന്റെ ഒരു മൂലയിലുള്ള ഒരു ചെറിയ മുറി അവന് കാണിച്ചു കൊടുത്തു. ഇവിടെ കിടന്നോളൂ, വെള്ളവും ഭക്ഷണവും ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അയാൾ പോയി. ആ മുറിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരുപാട് പുരാതന വസ്തുക്കളും പഴയ താളിയോല ഗ്രന്ഥങ്ങളും നിറം മങ്ങിയ ചിത്രങ്ങളുമൊക്കെ അവിടെയുണ്ടായിരുന്നു. ഒരു വലിയ മര അലമാരയുടെ മുകളിൽ ഒരുപാട് പൊടിപിടിച്ച ബുക്കുകൾ നിരത്തിവെച്ചിട്ടുണ്ട്. ജനലിനടുത്ത് ഒരു പഴയ തടി ഊഞ്ഞാലുണ്ടായിരുന്നു. അത് കാറ്റിൽ മെല്ലെ ആടുന്നുണ്ടായിരുന്നു. ആ മുറിക്ക് ഒരു വല്ലാത്ത ഭംഗിയുണ്ടായിരുന്നു, ഒപ്പം ഒരുതരം ഭയവും. അരുൺ അവിടെ കട്ടിലിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധൻ ഒരു മൺപാത്രത്തിൽ ചൂടുള്ള കഞ്ഞിയും കുറച്ച് അച്ചാറും കൊണ്ടുവന്നു. അവർ അധികം സംസാരിച്ചില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധൻ ഒരു മൗനമായി അവന്റെ അടുത്തിരുന്നു. അവന്റെ ഓരോ ചലനവും ശ്രദ്ധിക്കുന്നത് പോലെ അവന് തോന്നി. കുറച്ചുനേരം കഴിഞ്ഞ് അയാൾ പറഞ്ഞു, മോനെ, ഈ വീടിന് ഒരുപാട് കഥകളുണ്ട്. ഇത് പഴയ ഒരു സംഗീത കുടുംബത്തിന്റെ വീടാണ്. ഇവിടെ രാത്രിയിൽ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാം, സംഗീതവും പാട്ടുകളുമെല്ലാം. നീ അതൊന്നും ശ്രദ്ധിക്കരുത്. പേടിക്കേണ്ട, അതൊന്നും നിന്നെ ഉപദ്രവിക്കാൻ വരില്ല. പക്ഷേ ചിലപ്പോൾ അവർ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചേക്കാം. നീ അതൊന്നും ശ്രദ്ധിക്കരുത്. നിന്റെ കാര്യം മാത്രം നോക്കിക്കിടന്നാൽ മതി. ആ കഥക് നല്ല പോലെ കുറ്റിയിടണം. അരുണിന് വല്ലാത്തൊരു പേടിയും ആകാംക്ഷയും തോന്നി. ആരാണവർ? എന്ത് കഥകളാണ് ഈ വീടിന് പറയാനുള്ളത് എന്നവൻ ചോദിച്ചു. വൃദ്ധൻ ഒരു നേർത്ത ചിരിയോടെ മെഴുകുതിരി ഊതിക്കെടുത്താൻ പോയി. നന്നായി ഉറങ്ങിക്കോളൂ എന്ന് മാത്രം പറഞ്ഞ് അയാൾ മുറിവിട്ടുപോയി. മുറിയിൽ വീണ്ടും നല്ല ഇരുട്ട്. മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചത്തിൽ കണ്ടതെല്ലാം ഇപ്പോൾ കറുത്ത നിഴലുകളായി അവനെ തുറച്ചു നോക്കുന്നത് പോലെ തോന്നി. രാത്രിയായി. അരുണിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുറത്ത് കാറ്റിന്റെ ശബ്ദം കൂടിക്കൂടി വന്നു. ജനലിനടുത്തുള്ള ഊഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ വേഗത്തിൽ ആടാൻ തുടങ്ങി. അതിൽ ആരോ ഇരിക്കുന്നത് പോലെ അവന് തോന്നി. നേർത്ത ഒരു ആട്ടുകട്ടിലിന്റെ ശബ്ദം.
പിന്നെ ഒരു സ്ത്രീയുടെ നേർത്ത തേങ്ങൽ കേട്ടു. അത് കാറ്റിന്റെ ശബ്ദമാണോ എന്ന് ആദ്യം അവൻ കരുതി. പക്ഷേ തേങ്ങൽ പതിയെ ഉറക്കെയായി ഒരു നിലവിളിയുടെ അടുത്തേക്കെത്തി. അരുൺ ഞെട്ടിപ്പോയി. അവന്റെ നെഞ്ചിടിപ്പ് കൂടി. അത് അവന്റെ മനസ്സിന്റെ തോന്നലാണോ അതോ ശരിക്കും കേട്ടതാണോ എന്ന് അവന് സംശയമായി. അവൻ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ജനലിന്റെ അടുത്തേക്ക് ചെന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല ഇരുട്ടാണ്. പക്ഷേ ആ മരങ്ങൾക്കിടയിലൂടെ ഒരു സ്ത്രീരൂപം നടന്നു പോകുന്നതുപോലെ അവന് തോന്നി. അവൾക്ക് നീണ്ട മുടിയുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് തിരിഞ്ഞ് അവനെ നോക്കി. അവളുടെ മുഖം വ്യക്തമല്ല, പക്ഷേ അവൾ കൈ നീട്ടി അവനെ വിളിക്കുന്നതുപോലെ തോന്നി. ആ കണ്ണുകളിൽ ഒരുതരം സങ്കടം അവന് കാണാമായിരുന്നു. അല്ലെങ്കിൽ അതവന്റെ തോന്നലായിരിക്കാം. അവൻ പേടിച്ച് പിന്നോട്ടു മാറി. കാലുകൾക്ക് വിറയൽ അനുഭവപ്പെട്ടു. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. മുറിയിലെ കതകിൽ ഒരു നേർത്ത തട്ടുകേട്ടു. അരുൺ, അരുൺ. ഒരു നേർത്ത ശബ്ദം. അത് വൃദ്ധന്റെ ശബ്ദമായിരുന്നില്ല, ഒരു കുട്ടിയുടെ ശബ്ദം. അരുൺ കതകിന്റെ അടുത്തേക്ക് പോയി കാത് ചേർത്ത് വെച്ച് കേട്ടു. വീണ്ടും അതേ ശബ്ദം. എനിക്കൊരു കൂട്ടുവേണം. ഇവിടെ ഒറ്റയ്ക്കാണ്. അമ്മ ഇവിടെ എങ്ങും പോയിട്ടില്ല. അമ്മ പാട്ടുപാടി ഇവിടെയുണ്ട്. അരുൺ വല്ലാതെ പേടിച്ചു. അവൻ കതകിൽ നിന്ന് മാറി കട്ടിലിൽ ചെന്നിരുന്നു. അവന്റെ ശരീരം വിയർക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. മുറിയിലെ പഴയ അലമാരയുടെ മുകളിൽ വെച്ചിരുന്ന പുസ്തകങ്ങളിലൊന്ന് തനിയെ തുറന്നു കിടക്കുന്നു. അവൻ ധൈര്യം സംഭരിച്ച് മെല്ലെ അതിനടുത്തേക്ക് ചെന്നു. അതിൽ ഒരു പഴയ ചിത്രം കണ്ടു. ഒരു സ്ത്രീയും കുട്ടിയും സംഗീതോപകരണങ്ങളുമായി നിൽക്കുന്നു. ആ സ്ത്രീയുടെ മുഖം അവൻ ജനലിലൂടെ കണ്ട രൂപത്തിന് സമാനമായിരുന്നു. പുസ്തകത്തിൽ ഒരു പഴയ കുറിപ്പുണ്ടായിരുന്നു. അത് മലയാളത്തിൽ എഴുതിയതാണ്. എൻ്റെ കുഞ്ഞിന് കൂട്ടായി ഞാനിവിടെ കാത്തിരിക്കും. എൻ്റെ പാട്ട് ഇവിടെ മായാതെ നിൽക്കും. അവൻ ഇവിടെയുണ്ട്, എൻ്റെ കൂടെ. ഞങ്ങളിവിടെ സന്തോഷത്തോടെ ജീവിക്കും. ആനന്ദിന് മനസ്സിലായി, ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഈ വീടിന് ഒരു ഭീകരമായ ചരിത്രമുണ്ട്. അപ്പോഴാണ് അവൻ ഓർമ്മിച്ചത് വൃദ്ധൻ പറഞ്ഞത്. അവർ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചേക്കാമെന്ന്. ആരാണവർ? പുസ്തകത്തിലെ സ്ത്രീയും കുട്ടിയുമാണോ? എന്ത് കാര്യങ്ങളാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്? അവൻ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ഈ വീടിന് ഒരുപാട് പഴയ ഓർമ്മകളുണ്ടെന്ന് അവന് തോന്നി. മുറിയിലൊരു തണുത്ത കാറ്റ് വീശി. ഊഞ്ഞാൽ വീണ്ടും വേഗത്തിലാടാൻ തുടങ്ങി. ഇത്തവണ ഒരു താളത്തിൽ ആടുന്നതുപോലെ. അതിൻ്റെ ശബ്ദത്തിൽ ഒരു പാട്ടിൻ്റെ നേർത്ത ഈണം അവന് കേൾക്കാൻ കഴിഞ്ഞു. അവൻ പുസ്തകം അടച്ചുവെച്ച് വേഗം കട്ടിലിൽ ചെന്നിരുന്നു. പുതപ്പ് തലവഴി മൂടി അവൻ കണ്ണടച്ചു. പക്ഷേ ശബ്ദങ്ങൾ നിലച്ചില്ല. രാത്രി മുഴുവൻ ആ വീട്ടിൽ നിന്ന് പലതരം ശബ്ദങ്ങൾ കേട്ടു. ചിരികൾ, കരച്ചിലുകൾ, ആരോ നടന്നുപോകുന്നതിൻ്റെ ശബ്ദം, സംഗീതത്തിൻ്റെ നേർത്ത ഈണങ്ങൾ. ചിലപ്പോൾ ആരുടെയോ നിശ്വാസം അവൻ്റെ അടുത്ത് കേൾക്കുന്നത് പോലെ തോന്നി. ഉറങ്ങാൻ കഴിയാതെ അവൻ നേരം വെളുക്കുന്നതും കാത്തുകിടന്നു. വെളുക്കുമ്പോൾ തന്നെ അവൻ കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. വെളിച്ചം വീടിനുള്ളിലേക്ക് കടന്നുവരുന്നുണ്ടെങ്കിലും വീടിൻ്റെ ഉള്ളിൽ ഒരുതരം മങ്ങിയ അന്തരീക്ഷം നിലനിന്നിരുന്നു. വീടിന് പുറത്ത് നല്ല വെളിച്ചമുണ്ട്. അപ്പോഴാണ് അവൻ ആ വീട് ശരിക്ക് ശ്രദ്ധിച്ചത്. വീടിൻ്റെ ചുമരുകളിൽ എല്ലാം പഴകി ദ്രവിച്ച് പെയിന്റ് ഇളകിയിരിക്കുന്നു. ഗേറ്റിനടുത്ത ബോർഡ് ഒരുപാട് പഴകിയതാണ്. ലോഡ്ജിംഗ് സൗകര്യം ലഭ്യമാണ് എന്നെഴുതിയ ബോർഡിൻ്റെ മുകളിൽ മങ്ങിയ അക്ഷരങ്ങളിൽ സംഗീത നികേതൻ എന്നെഴുതിയിരുന്നു. ആ പഴയ ബോർഡിൽ നിന്ന് ഒരു കരിയില പറന്നുപോയി. അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ വൃദ്ധൻ വരുന്നത് കണ്ടു. വൃദ്ധന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു. പക്ഷേ അതൊരുതരം ദുരൂഹമായ ചിരിയായിരുന്നു. എന്താ മോനെ, നന്നായി ഉറങ്ങിയോ? രാത്രിയിൽ സംഗീതമൊക്കെ കേട്ടോ എന്ന് അയാൾ ചോദിച്ചു. അരുൺ ഒന്നും പറയാതെ തലയാട്ടി. അവനവരോട് ഈ രാത്രിയിലെ അനുഭവങ്ങളൊന്നും പറയാൻ തോന്നിയില്ല. കാരണം അയാൾക്കെല്ലാം അറിയാമെന്ന് അവന് തോന്നി. ഇനി മോൻ പൊയ്ക്കോളൂ, നിന്റെ വഴി തെളിയും എന്ന് വൃദ്ധൻ പറഞ്ഞു. അരുൺ വേഗത്തിൽ നടന്നകന്നു. അവൻ തിരിഞ്ഞു നോക്കിയില്ല. ഒരു നിമിഷം അവൻ സംശയിച്ചു. ആ വൃദ്ധൻ ശരിക്കും മനുഷ്യനാണോ അതോ ഈ വീടിൻ്റെ ഭാഗമാണോ? കുറച്ചു ദൂരം ചെന്നപ്പോൾ അവനൊരു ചെറിയ ചായക്കട കണ്ടു. അവിടെ ചെന്ന് ചായ കുടിച്ച് അവനിരുന്നു. ചായക്കടക്കാരനോട് അവൻ ആ ലോഡ്ജിനെക്കുറിച്ച് ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ചായക്കടക്കാരൻ അവനെ അത്ഭുതത്തോടെ നോക്കി. മോനെ, ആ വീടോ? അവിടെ വർഷങ്ങളായി ആരും താമസിക്കുന്നില്ല. അതൊരു പ്രേതഭവനം പോലെയാണ്. ആളുകൾ ആ വഴിക്ക് പോലും പോകാറില്ല. പണ്ടവിടെ ഒരു സംഗീത കുടുംബം താമസിച്ചിരുന്നു. ഒരു സ്ത്രീയും അവരുടെ ചെറിയൊരു കുട്ടിയും. ഭർത്താവ് നേരത്തെ മരിച്ചുപോയിരുന്നു. ആ സ്ത്രീ നല്ലൊരു പാട്ടുകാരിയായിരുന്നു. സംഗീത നികേതൻ എന്ന പേരിൽ അവിടെ അവർ സംഗീതം പഠിപ്പിച്ചിരുന്നു. ഒരു ദിവസം അവരുടെ കുട്ടി കളിക്കുമ്പോൾ വീടിൻ്റെ കിണറ്റിൽ വീണ് മരിച്ചു. ആ ദുഃഖത്തിൽ ആ സ്ത്രീയും പിന്നീട് ആ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ആ വീടിൻ്റെ പരിസരത്ത് രാത്രിയിൽ കുട്ടിയുടെ കരച്ചിലും പാട്ടും കേൾക്കാറുണ്ടെന്ന് ആളുകൾ പറയുന്നു. ആ വൃദ്ധൻ ആരാണെന്ന് എനിക്കറിയില്ല മോനെ. അവിടെ ആരും താമസിക്കുന്നില്ല. കഴിഞ്ഞ 30 വർഷമായി ആ വീട് അടഞ്ഞു കിടക്കുകയാണ്. അരുൺ ഞെട്ടിപ്പോയി. അവൻ്റെ കയ്യിലെ ചായക്കപ്പ് നിലത്ത് വീണു പൊട്ടി.
അപ്പോൾ താൻ രാത്രി കണ്ടതും കേട്ടതുമെല്ലാം ശരിയായിരുന്നു. ആ വൃദ്ധൻ ആരായിരുന്നു? അയാൾക്ക് എങ്ങനെയാണ് അവിടെ താമസിക്കാൻ കഴിഞ്ഞത്? അരുൺ ചായക്കടക്കാരനോട് നന്ദി പറഞ്ഞ് വേഗം അവിടുന്ന് പോയി. പിന്നീട് അവൻ ഒരിക്കലും ആ വഴിക്ക് പോയില്ല. ഇന്നും അരുണിന് ആ രാത്രി ഓർക്കുമ്പോൾ ഒരുതരം ഭയം തോന്നാറുണ്ട്. ആ വൃദ്ധൻ ആരായിരുന്നു? എന്തിനാണ് അയാൾ അവനെ അവിടെ താമസിപ്പിച്ചത്? ആ വീടിന്റെ ദുരൂഹതകൾ എന്തായിരുന്നു എന്നതൊക്കെ ഇന്നും അവൻ ഒരുത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. അവൻ ആ വീടിനെക്കുറിച്ചോ ആ രാത്രിയെക്കുറിച്ചോ അധികം സംസാരിക്കാറില്ല. കാരണം ആ അനുഭവം അത്രയേറെ ഭീകരമായിരുന്നു. അത് അവന്റെ മനസ്സിൽ ഒരു മായാത്ത മുറിപ്പാടായി അവശേഷിക്കുന്നു.